ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള തന്റെ തുടക്കം ഗംഭീരമാക്കിയിരിക്കുകയാണ് സൂര്യകുമാർ യാദവ്. ഈ ഫോർമാറ്റിൽ ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം താനാണെന്ന് അദ്ദേഹം ഈ പരമ്പരയിൽ കാണിച്ചു തന്നിരിക്കുകയാണ്. 3 മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരിയാണ് ക്യാപ്റ്റൻ സൂര്യയുടെ യുഗം ആരംഭിച്ചിരിക്കുന്നത്. പുതിയ കോച്ച് ഗൗതം ഗംഭീറിനും ഏറെ ആഹ്ലാദിക്കാനും അഭിമാനിക്കാനും നൽകുന്നതാണ് ഈ പരമ്പര നേട്ടം. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ വിരമിക്കലിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആദ്യ T20 പരമ്പര എന്ന നിലയിൽ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കിയ പരമ്പരയായിരുന്നു ഇത്. T20യിൽ ഇന്ത്യൻ ടീമിനെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി തനിക്കും സംഘത്തിനുമുണ്ടെന്ന് സൂര്യ തെളിയിക്കുകയും ചെയ്തു. ഈ ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിന് കാര്യമായി ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് ഈ പരമ്പര കാണിച്ചു തന്നിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ പരമ്പരയിൽ റിയാൻ പരാഗ് എന്ന ഓൾറൗണ്ടറെ ലഭിച്ചു എന്നതാണ്. സിംബാബ്വേയുമായുള്ള തൊട്ടുമുമ്പത്തെ പരമ്പരയിൽ കാര്യമായി തിളങ്ങാതിരുന്നിട്ടും പരാഗിനെ ലങ്കയ്ക്കെതിരെയും ടീമിൽ നിലനിർത്തുകയായിരുന്നു. ടീമിന് വേണ്ടി തനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പരാഗ് ഈ പരമ്പരയിലൂടെ കാട്ടിത്തന്നു. ബൗളർ എന്ന നിലയിൽ പരാഗിൽ സൂര്യ അർപ്പിച്ച വിശ്വാസമാണ് എടുത്തു പറയേണ്ടത്. പരമ്പരയിലെ 2 മത്സരങ്ങളിലും 4 ഓവർ പരാഗ് പൂർത്തിയാക്കുകയും ചെയ്തു. 6.64 ഇക്കോണമി റേറ്റിൽ 3 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഡെത്ത് ഓവറുകൾ അടക്കം പരാഗ് ബോൾ ചെയ്തു. ബാറ്റിംഗിൽ 2 ഇന്നിംഗ്സുകളിൽ നിന്ന് 33 റൺസും അദ്ദേഹം നേടി. ഫോം നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ ജഡേജയുടെ പകരക്കാരനായി മാറാൻ പരാഗിന് സാധിക്കുമെന്ന് നിരീക്ഷകർ പറയുന്നു. ഇന്ത്യയുടെ മറ്റൊരു പോസിറ്റീവ് യുവ സ്പിന്നർ രവി ബിഷ്ണോയിയുടെ പ്രകടനമാണ്. സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിന്റെ അഭാവത്തിലും ഇന്ത്യൻ സ്പിൻ ബോളിംഗിന് ചുക്കാൻ പിടിക്കാൻ തനിക്ക് കഴിയുമെന്ന് യുവ സ്പിന്നർ കാണിച്ചു തന്നു. പരമ്പരയിൽ ഇന്ത്യക്കായി കൂടുതൽ വിക്കറ്റുകൾ എടുത്തതും രവി ബിഷ്ണോയി തന്നെയാണ്. 3 മത്സരങ്ങളിൽ നിന്നും 6 വിക്കറ്റുകളാണ് താരം നേടിയത്. ഈ പരമ്പരയിൽ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിന്റെ പ്രകടനം ശരാശരിയിലും താഴെയായിരുന്നു. ബാറ്റിംഗിൽ വട്ടപൂജ്യമായാണ് അദ്ദേഹം മടങ്ങുന്നത്. കളിച്ച 2 ഇന്നിംഗ്സുകളിലും അക്കൗണ്ട് തുറക്കാൻ സഞ്ജുവിനായില്ല. 2ാം T20യിൽ ഓപ്പണറായപ്പോൾ ഗോൾഡൻ ഡക്കായ അദ്ദേഹം അവസാന കളിയിൽ 3ാം നമ്പറിൽ ഇറങ്ങിയപ്പോഴും ഡക്കായി മടങ്ങി. ആദ്യ T20യിൽ സഞ്ജു തഴയപ്പെട്ടപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ടീം മാനേജ്മെന്റ് നേരിട്ടിരുന്നു. പിന്നാലെ 2 മികച്ച അവസരങ്ങൾ സഞ്ജുവിന് ലഭിച്ചെങ്കിലും അദ്ദേഹം അത് മുതലാക്കിയതുമില്ല. ഇനിയൊരു പരമ്പരയിൽ സഞ്ജുവിന് അവസരം ലഭിക്കാനുള്ള സാധ്യത മങ്ങുകയാണ്. അതുപോലെ ഇടംകയ്യൻ പേസർ ഖലീൽ അഹമ്മദിന്റെ മോശം പ്രകടനമാണ്. സിംബാബ്വേക്കെതിരായ കഴിഞ്ഞ T20 പരമ്പരയിലും അദ്ദേഹം ബോളിംഗിൽ നിരാശപ്പെടുത്തിയിരുന്നു. എന്നിട്ടും ലങ്കയ്ക്കെതിരെ ഖലീലിനെ നിലനിർത്തുകയായിരുന്നു. പക്ഷേ ബോളിംഗിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ അദ്ദേഹത്തിനായില്ല. അവസാന T20യിലാണ് ഖലീലിനെ ഇന്ത്യ പരീക്ഷിച്ചത്. 3 ഓവറിൽ വിക്കറ്റുകളൊന്നുമില്ലാതെ 28 റൺസ് അദ്ദേഹം കൊടുത്തു. ഹർഷിത് റാണയെ പോലെയുള്ള ബോളർമാർ അവസരം കാത്തു നിൽക്കവേ ഖലീലിന് ഇനിയൊരു അവസരം കിട്ടുമോ എന്ന് കണ്ടറിയണം.